ഇന്ന് ലീഡേഴ്സ് സ്പീക്കിങ്ങിൽ നമ്മോടൊപ്പം ചേരുന്നത് കോഴിക്കോട് ജില്ലാ മുൻ DCC അധ്യക്ഷൻ ശ്രീ KC അബുവാണ്. അബുക്കെക്കുറിച്ച് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അത് എപ്പോഴും കേൾക്കുന്നത് തന്നെ ഈ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ്സുകാരുടെ ഒരു കാരണവർ തന്നെയാണ്. അപ്പോൾ അതിലുപരി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയം നമുക്ക് ഏവർക്കും അറിയാം. വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ ജില്ലയിൽ കോൺഗ്രസ് നേടിയ വിജയം, അത് UDF നേടിയ വിജയം. അതിനെല്ലാം കാരണക്കാരിൽ ഒരാൾ കൂടിയാണ്. അപ്പം എന്തൊക്കെയാണ് ഈ വിജയത്തിൻ്റെ പിന്നിലുണ്ടായ വിശേഷങ്ങൾ? പല വേദികളിലും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുക ചെയ്തു, ഇന്നാൾ ഇത്ര ഭൂരിപക്ഷത്തിനൊക്കെ ജയിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒട്ടേറെ വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം. ആദ്യം അഭിനന്ദനങ്ങൾ. ഈ മുൻനിര പോരാളിയായി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ നാദാപുരത്ത് അടക്കം. അങ്ങ് ഇങ്ങനെയൊക്കെ ഇത്ര കോൺഫിഡൻസ് എന്തായിരുന്നു ജയിക്കുന്നൊക്കെ പറഞ്ഞിട്ട്? ഒന്ന്, ഒരു ഭരണവിരുദ്ധ വികാരം. ഒരു സാധാരണ ഭരിച്ചവരോടൊരു വിരോധം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ ജനങ്ങളെ ശത്രുക്കളായി കണ്ട ഒരു ഭരണകൂടമായിരുന്നു കേരളം ഭരിച്ചത്. മുഖ്യമന്ത്രിയുടെ അഹങ്കാരവും അദ്ദേഹത്തിൻ്റെ ആഡംബരവും ഇതെല്ലാം കണ്ട് കേരളത്തിലെ ജനങ്ങൾ മനം മടുത്തിരിക്കുകയാണ്. ജനങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് UDF അനുകൂലമായി CPM-നെ കേരളത്തിൽ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥത മാത്രം കൈമുതലായുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ പോലും ഇത്തവണ LDF-നെതിരെ വോട്ട് ചെയ്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എക്സിറ്റ് പോളുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയത്തിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പോലും കണക്കുകൂട്ടലുകൾ, എല്ലാവിധ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമുള്ള ഒരു വിജയമാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ UDF നേടിയത്. സത്യം പറഞ്ഞാൽ ഒരു സുനാമിയായിരുന്നു. ആ സുനാമിയിൽ വൻമരങ്ങളൊക്കെ കടപുഴകി വീഴുന്നത് പോലെ, മലകളൊക്കെ ചിലപ്പോൾ ഇളകി ഒലിച്ച്, വലിയ പാറക്കെട്ടുകളൊക്കെ ഒലിച്ചു പോകാറില്ലേ, അതുപോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുമുന്നണിയുടെ പല വൻമരങ്ങളെന്നവർ കരുതിയ പല നേതാക്കന്മാരും ഈ ഇലക്ഷനിൽ അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. LDF മന്ത്രിസഭയിലെ 12-13 മന്ത്രിമാർ ഈ ഇലക്ഷൻ തോറ്റിരിക്കുന്നു. മുഖ്യമന്ത്രി പോലും 6 റൗണ്ട് എണ്ണുന്നത് വരെ CPM-ൻ്റെ ഉരുക്കുകോട്ടയെന്നോ അല്ലെങ്കിൽ അതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കപ്പുറമുള്ള ഒരു പാർട്ടിക്കാർക്ക് പ്രവർത്തിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലമാണ്. ആ നിയോജക മണ്ഡലത്തിൽ പോലും 6 റൗണ്ട് എണ്ണുന്നത് വരെ നമ്മുടെ മുഖ്യമന്ത്രി പിറകിലായിരുന്നു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 20 വർഷമായി കോൺഗ്രസ്സിന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു MLA ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. അവസാനം മുൻ MLA-മാരായി ഉണ്ടായിരുന്നത് സിറിയക് ജോണും MT പത്മയുമാണ്. അവരുടെ കൂടി മരണത്തോടു കൂടി MLA-യും ഇല്ല, മുൻ MLA-യും ഇല്ല എന്നൊരവസ്ഥയായിരുന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ ഇപ്പോൾ ഒരു 4 ഇലക്ഷനായി. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോടിന് പൂർണ്ണമായും അവകാശപ്പെടാവുന്ന 2 സീറ്റുകൾ, വടകരയും കോഴിക്കോടും, കോഴിക്കോടിന് കൂടി അവകാശപ്പെടാവുന്ന വയനാടും, ഈ 3 നിയോജകമണ്ഡലങ്ങളും 4 തവണയായി തുടർച്ചയായി UDF ജയിച്ചുവെങ്കിലും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അസംബ്ലിയിൽ ഒരാളെ എത്തിക്കുവാൻ നിർഭാഗ്യവശാൽ 20 വർഷമായി കഴിഞ്ഞിരുന്നില്ല. മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വടക്കോട്ട് ആളുകളെ അയക്കാൻ കോഴിക്കോട്ടുകാർ മിടുക്കന്മാരാണ്, പക്ഷെ തെക്കോട്ട് തിരുവനന്തപുരത്തേക്ക് നിയമസഭയിലേക്ക് ആളെ അയക്കുവാൻ, ജനപ്രതിനിധികളെ അയക്കുവാൻ
കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്ന് വേദനയോടുകൂടി തന്നെ അദ്ദേഹം ഒരു യോഗത്തിൽ പറയുകയുണ്ടായി. പക്ഷേ 20 വർഷത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ 5 MLA-മാരാണ് ഉണ്ടായിട്ടുള്ളത്. മത്സരിച്ച 5 സീറ്റിലും വിജയിച്ചിരിക്കുകയാണ്. ദശരഥ മഹാരാജാവിന് മക്കളുണ്ടായിരുന്നില്ല. അവസാനം ഉണ്ടായപ്പോൾ 3 ഭാര്യമാരിലായി 4 കുട്ടികളുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ 20 വർഷത്തിന് ശേഷം 5 MLA-മാർ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരിക്കും. അതിലൊരു പ്രധാന കാരണം ഒന്ന് രാഷ്ട്രീയ സാഹചര്യം, മറ്റൊന്ന് ഈ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ൻ്റെ ബാക്ക് ബോൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുസ്ലിം ലീഗും സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ ജാഗ്രത പുലർത്തുകയുണ്ടായി. മുൻപ് എന്നത്തതിനേക്കാളും ചെറുപ്പക്കാർക്ക് ഈ ഇലക്ഷനിൽ പ്രാതിനിധ്യം നൽകിയിരുന്നു. ഞാനൊക്കെ നിയമസഭയിലേക്ക് മത്സരിച്ചത് 96-ലാണ് അവസാനമായി. അത് ബാബരി മസ്ജിദ് പൊളിഞ്ഞ ഒരു സന്ദർഭത്തിൽ ബാബരി മസ്ജിദിനെ സംരക്ഷിക്കുവാൻ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായ നരസിംഹറാവുവിന് സാധിച്ചില്ല എന്ന ഒരു പരിഭവം, സങ്കടം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായിരുന്നു. ബാബരി മസ്ജിദിൻ്റെ തങ്കത്താഴികക്കുടങ്ങൾ തല്ലി തകർത്ത RSSനോടും BJPയോടും ഉള്ളതിനേക്കാൾ മുസ്ലിം മതന്യൂനപക്ഷത്തിന് കോൺഗ്രസിനോട് ഒരു ചെറിയ പിണക്കമോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യമൊക്കെ ആ ഇലക്ഷനുണ്ടായിരുന്നു. ആ ഇലക്ഷനിലാണ് ഞാൻ നാദാപുരത്ത് മത്സരിച്ചത്. ഇലക്ഷനിൽ ഞാനെന്നല്ല, ഇവിടെ ആർക്കും തന്നെ അന്ന് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അല്ല, ഇപ്പം ഞാനൊരു 30 വർഷമായി ഇലക്ഷനിൽ നിന്നിട്ട് സ്വാഭാവികമായും മത്സരിക്കാനുള്ള മോഹവും താല്പര്യവും എന്നെപ്പോലുള്ളവർക്കൊക്കെ ഉണ്ടാകും. ഇത്തരം മോഹങ്ങളെല്ലാം ഉണ്ടെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ എൻ്റെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയൊക്കെ പത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എത്ര മിടുക്കന്മാരായ ചെറുപ്പക്കാരായ കാൻഡിഡേറ്റ്സിനെയാണ് കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത്. എനിക്ക് സീറ്റ് കിട്ടണം, സ്വാഭാവികമായി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഭാര്യയും ആഗ്രഹിക്കുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക കണ്ടപ്പോൾ അവർ പോലും പ്രകടിപ്പിച്ച ഒരു അഭിപ്രായം എന്നോട് പറഞ്ഞത്, നല്ല മിടുക്കന്മാരെ, പ്രായമായ ആളുകളെ ഒന്നും അധികം ഉൾപ്പെടുത്താതെ ഏറ്റവും കൊള്ളാവുന്ന ആളുകളെ ഞാൻ ഇത്തവണത്തെ. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ പിന്നെ സൗത്തിൽ മത്സരിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും, പേരാമ്പ്രയിൽ മത്സരിച്ച തഹ്ലിയ ആണെങ്കിലും, കുന്നമംഗലത്തെ ഫിറോസ് ആണെങ്കിലും, എല്ലാവരെയും അവർ ചെറുപ്പക്കാർക്കാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. അനുഭവസമ്പത്തുള്ള റസാഖ് മാഷ്, പാറക്കൽ അബ്ദുള്ള, അല്ലെങ്കിൽ തിരുവമ്പാടിയിലെ കാസിം, ഇവരൊക്കെ ഉണ്ടെങ്കിലും 6 സീറ്റിൽ അവർ 3 യുവാക്കളെ പരിഗണിച്ചു. അപ്പോൾ ഈ UDF കോഴിക്കോട് ജില്ലയിൽ നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തി. അത് ഞങ്ങൾക്ക് ജയിക്കാനൊരു കാരണമായി. ഈ സുനാമി അടിച്ചപ്പോഴും എന്തുകൊണ്ടാണ് LDF നിർത്തിയ സ്ഥാനാർത്ഥികൾ? ഒന്ന്, എലത്തൂരിലെ കാൻഡിഡേറ്റ് ഇപ്പോൾ സ്വന്തമായി ഒരു പരസഹായത്തോടു കൂടി ഒരു മുണ്ടഴിഞ്ഞാൽ ഉടുക്കാൻ പോലും പരസഹായം, ഞാനൊക്കെ പ്രസംഗിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഹാബിറ്റാണ്, ഒന്ന് മുണ്ടഴിച്ച് മുറുക്കി എടുക്കും. എന്നാൽ ഇങ്ങേർക്ക് അബദ്ധത്തിൽ മുണ്ടഴിഞ്ഞ് പോയാൽ അത് ഉടുക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ പ്രായമായ ആളാണ്. അങ്ങനെയുള്ള ആളുകളെ സ്വന്തം പാർട്ടിക്കാർ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടും പിണറായി വിജയൻ്റെ ആ ഒരു ഏകാധിപത്യ ശൈലിയിൽ കർക്കശത്തെ, അതായത് ശശീന്ദ്രനാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റുണ്ട്, അല്ലെങ്കിൽ ആരെ നിർത്തണം എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് അവിടെ 29,000 മറ്റോ വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ച എലത്തൂർ നിയോജകമണ്ഡലത്തിൽ
ഞങ്ങളുടെ ചെറുപ്പക്കാരിയായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ വിദ്യാ ബാലകൃഷ്ണൻ 10,000-ന് മുകളിൽ വോട്ടിന് വിജയിച്ചിരിക്കുകയാണ്.